ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ദേവാംഗൻ ആനന്ദ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് നിങ്ങൾക്ക് തമ്മിൽ കണ്ടിട്ട് മനസ്സിലായി കാണും. അതായത് മിക്ക യൂട്യൂബേഴ്സും ഓരോ വീഡിയോസ് ഇടുമ്പോൾ, അതായത് ഇപ്പം 5 ടിപ്സ്, ഈ ഒരു 5 ടിപ്സ് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് കൂടും, അല്ലെങ്കിൽ നിങ്ങളുടെ വാച്ച് ഹവേഴ്സ് കൂടും, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ വീഡിയോസ് നിങ്ങൾക്ക് യൂട്യൂബിൽ തന്നെ കാണാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള മിക്ക വീഡിയോസും കാണുന്ന ആൾക്കാരും ആയിരിക്കും നിങ്ങൾ. അപ്പോൾ എല്ലാവരും തന്നെ എൻ്റെ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ട് യൂസ്ഫുൾ ആവുന്നതായിരിക്കും. മിക്ക യൂട്യൂബേഴ്സും വീഡിയോ ഇടുന്ന കാണാം. അതായത് ഇപ്പോൾ ഇത്ര ടിപ്സ്, ഇപ്പോൾ ഒരു 5-6 ടിപ്സ് അവർ പറഞ്ഞു തരും. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വീഡിയോയ്ക്ക് നല്ല വ്യൂസ് കൂടും, അതേപോലെ സബ്സ്ക്രൈബേഴ്സ് കൂടും എന്നൊക്കെ പറഞ്ഞിട്ട്, അതേപോലെ വാച്ച് അവർ നിങ്ങൾക്ക് 4000 വാച്ച് ഹവേഴ്സും നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വീഡിയോസ് ഞാൻ കാണാറുണ്ട്. പക്ഷേ അതിനെ പറ്റിയിട്ടുള്ള ഒക്കെ ഒരു കാര്യമാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയാനായിട്ട് സാധിക്കുന്നത്. എൻ്റെ ചാനൽ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതായത് ഞാൻ ഏകദേശം 40 വീഡിയോസോളം ഇപ്പോൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ ഇങ്ങോട്ട് പറയാം. വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ കാണാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും വീഡിയോ യൂസ്ഫുൾ ആകുന്നതായിരിക്കും. അതേപോലെ തന്നെ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ നെക്സ്റ്റ് വീഡിയോസ് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അപ്പോൾ എല്ലാവരും തന്നെ എൻ്റെ ഈ ചാനൽ ഒന്ന് നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഈ ഒരു വീഡിയോയിൽ കറക്റ്റായിട്ട് കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നതായിരിക്കും. നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് തന്നെ കാണാനായിട്ട് ശ്രദ്ധിക്കുക. ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നതായിരിക്കും. ഞാൻ നിങ്ങൾക്ക് മിക്ക ആൾക്കാർക്കും അറിയാത്ത കുറച്ച് കാര്യങ്ങളും ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. അപ്പോൾ മിക്ക യൂട്യൂബ് ചാനൽസിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ ചെയ്താൽ സബ്സ്ക്രൈബേഴ്സ് കൂടും, വാച്ച് അവർ അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുമെന്നൊക്കെ തന്നെ. പക്ഷേ ആ ഒരു കാര്യം ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഞാനിപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഏകദേശം 40+ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചൊരു കാര്യം, എൻ്റെ വീഡിയോസിനും മിക്ക വീഡിയോസിനും 4000, 1.5K വ്യൂസൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് വ്യൂസ് കൂടുന്നതനുസരിച്ച് സബ്സ്ക്രൈബേഴ്സ് കൂടും. പക്ഷേ നമ്മുടെ ആ ഒരു കണ്ടൻറ്റ് എത്ര നല്ലതാണ് എന്നുള്ള ആ ഒരു രീതിയിൽ ആയിരിക്കും നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടുന്നത്. അപ്പോൾ ഞാനൊരു കാര്യം പറയാം. അതായത് നിങ്ങൾ എല്ലാവരും തന്നെ, നിങ്ങളിപ്പോൾ ഓരോ വീഡിയോസൊക്കെ ചെയ്ത് അപ്ലോഡ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ, നിങ്ങളിപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്കിനി അപ്ലോഡ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിലൊക്കെ, ആദ്യമേ നിങ്ങൾ വീഡിയോസ് എന്ത് ചെയ്യുക, ആദ്യമേ നിങ്ങൾ ഇപ്പോൾ ഒരു റിയാക്ഷൻ വീഡിയോസൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടും. അതേപോലെ തന്നെ ഞാനൊരു കണ്ടൻറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ബിഗ് ബോസ് നടക്കുന്നുണ്ട്. അപ്പോൾ ബിഗ് ബോസ് സീസൺ 7 കുറേ വീഡിയോസൊക്കെ കട്ട് ചെയ്തിട്ട് നിങ്ങളൊരു വീഡിയോ പോലെ ഉണ്ടാക്കി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് നല്ല വ്യൂസ് ലഭിക്കും. അതൊക്കെ ആൾക്കാരൊക്കെ കൂടുതലും കാണുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ലോങ് വീഡിയോ തയ്യാറാക്കാൻ വയ്യാന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഷോർട്ട് വീഡിയോ തയ്യാറാക്കി ഇടുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും അതിനൊക്കെ നല്ല വ്യൂസ് ലഭിക്കും. വ്യൂസ് കൂടുന്നതനുസരിച്ച് നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ഇടാനായിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ ഇപ്പോൾ നിങ്ങളൊരു കുക്കിംഗ് വ്ലോഗാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളിപ്പോൾ നിങ്ങൾക്ക് നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അറിയാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ യൂട്യൂബ് സ്റ്റുഡിയോയിൽ തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാനായിട്ട് സാധിക്കും ഏറ്റവും കൂടുതൽ ആൾക്കാർ വാച്ച് ചെയ്തിരിക്കുന്ന റെസിപ്പി ഏതാണെന്നൊക്കെ. അപ്പോൾ അങ്ങനത്തെയൊക്കെ നമുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ വ്യൂസ് കൂടും. നിങ്ങൾ ശ്രദ്ധിക്കുക, വ്യൂസ് കൂടുന്ന അനുസരിച്ച് തന്നെ നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സിൻ്റെ കൗണ്ടും കൂടുന്നതായിരിക്കും. അതേപോലെ തന്നെ വാച്ച് അവറും നിങ്ങൾക്ക് കൂടുന്നതായിരിക്കും. അപ്പോൾ അതേപോലെ തന്നെ വാച്ച് അവറിനെ പറ്റിയിട്ടൊരു കാര്യം പറയാം. അതായത് നിങ്ങളുടെ ചാനൽ ഇപ്പോൾ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾ ഈ ഒരു ചാനൽ ജനുവരി 1 തുടങ്ങി, അടുത്ത വർഷം ജനുവരി 1 ആകുമ്പോഴത്തേക്കിനും നിങ്ങളുടെ ഈ ചാനലിൽ 4000 വാച്ച് അവർ വന്നിരിക്കണം. കാരണം ഈ ഒരു വാച്ച് അവർ എന്ന് പറയുമ്പോൾ 365 ഡേയ്സേ നമുക്ക് നിൽക്കുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഏകദേശം ഒരു 3000 അല്ലെങ്കിൽ 3500 വാച്ച് ഹവേഴ്സ് വന്നു. പക്ഷേ നിങ്ങളുടെ ആ ഒരു 365 ഡേയ്സ് കംപ്ലീറ്റ് ആയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 4000 വാച്ച് അവർ അപ്പോൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ആ ഒരു 3000 വാച്ച് ഹവേഴ്സ് ക്യാൻസലായി പോകുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. അതനുസരിച്ച് നിങ്ങൾ വീഡിയോ ആ ഒരു വർഷത്തിനുള്ളിൽ തന്നെ കറക്റ്റായിട്ട് നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യാനും അതേപോലെ തന്നെ വാച്ച് ടൈം കൂട്ടാനും ശ്രദ്ധിക്കുക. അതായത് ഞാനിപ്പോൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. അതായത് 365 ഡേയ്സ് ഈസ് ഈക്വൽ ടു 4000 വാച്ച് ഹവേഴ്സ് എന്നാണ്. ഓക്കെ, 4000 വാച്ച് ഹവേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എത്ര മിനിറ്റാണെന്ന് നിങ്ങൾക്ക് അറിയാത്തവർക്കായിട്ട് ഞാൻ പറഞ്ഞുതരാം. അതായത് 2,40,000 മിനിറ്റ്സാണ് ഈ ഒരു 4000 വാച്ച് ഹവർ എന്ന് പറയുന്നത്. അപ്പോൾ ഞാനൊരു കാര്യം ആണെന്നുണ്ടെങ്കിൽ, അതായത് മിക്ക യൂട്യൂബേഴ്സും പറയാറുണ്ട്, നിങ്ങൾക്ക് ഒരു വീഡിയോയിലൂടെ അല്ലെങ്കിൽ 2 വീഡിയോയിലൂടെ തന്നെ
ഫുൾ അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് നിങ്ങളുടെ കണ്ടൻറ് അനുസരിച്ച്, അതായത് ഞാനൊരു കാര്യം പറഞ്ഞാൽ നിങ്ങളുടെ കണ്ടൻറ് നല്ലതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വീഡിയോയിൽ കൂടി തന്നെ വാച്ച് ഓവർ ഫുള്ള് കംപ്ലീറ്റ് ആകാനായിട്ട് സാധിക്കും. പക്ഷേ അതിന് നിങ്ങളിപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങളിപ്പോൾ ഒരു 10 മിനിറ്റുള്ള വീഡിയോ ഇട്ടു, അതിന് ഏകദേശം ഒരു 5 മിനിറ്റെങ്കിലും ഒരു 48,000 പേര് 5 മിനിറ്റ് കാണുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 4,000 വാച്ച് ഓവർ ആ ഒരു വീഡിയോയിലൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഒരു വീഡിയോ നമ്മളിട്ട ഒരു വീഡിയോ അറ്റ്ലീസ്റ്റ് 10 മിനിറ്റ് ഇട്ടൊരു വീഡിയോ, അല്ലെങ്കിൽ ഇപ്പോൾ 7 മിനിറ്റ് ഇട്ടൊരു വീഡിയോ 5 മിനിറ്റെങ്കിലും ആൾക്കാർ കാണുകയാണെന്നുണ്ടെങ്കിൽ 5 മിനിറ്റ് ഏകദേശം 48,000 പേര് കാണുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും വ്യൂസ് ലഭിക്കുമ്പോൾ നമ്മുടെ വാച്ച് ഓവറും കൂടും. വാച്ച് ഓവർ അത്രയും കൂടുമ്പോൾ നമുക്ക് അതനുസരിച്ച് വ്യൂസ് കൂടുമ്പോൾ തന്നെ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും നല്ല കണ്ടൻറ്റ്സ് ഒക്കെ നോക്കിയിട്ട് യൂട്യൂബിൽ ഇടാനായിട്ട് ശ്രദ്ധിക്കുക. ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളെല്ലാവരും തന്നെ കേൾക്കുക. അതായത് യൂട്യൂബ് ചാനൽസിലൊക്കെ പറയാറുണ്ട്, നിങ്ങളിപ്പോൾ കുക്കിംഗ് വ്ളോഗാണ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ചാനലിൽ ഫുൾ കുക്കിംഗ് വ്ളോഗ് തന്നെ ഇടാനായിട്ട് ശ്രദ്ധിക്കുകയാണ്. അങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വ്യൂവേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ, നല്ല വ്യൂവേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ കുക്കിംഗ് വ്ളോഗിന് വേണ്ടിയിട്ടായിരിക്കും അവർ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കുക്കിംഗ് വ്ളോഗ് അല്ലാതെ വേറെ എന്തെങ്കിലും ഗെയിമിങ്ങോ അതിനെ പറ്റിയിട്ടൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അത് ഒരു സാറ്റിസ്ഫാക്ഷൻ ലഭിക്കില്ല. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്. പക്ഷേ സബ്സ്ക്രൈബേഴ്സ് ഇതുവരെ കൂടിയിട്ടില്ല. കൂടണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് പറ്റുന്ന പോലെ നിങ്ങൾ പല കണ്ടൻറ്റ് യൂസ് ചെയ്ത് വീഡിയോ ചെയ്യുക. അതായത് നിങ്ങൾക്കിപ്പോൾ എഡ്യൂക്കേഷണൽ വീഡിയോസ് ചെയ്യാം, അതേപോലെ കുക്കിംഗ് വീഡിയോസ് ചെയ്യാം. അങ്ങനെ നിങ്ങൾക്ക് പല കണ്ടൻറ്റ് യൂസ് ചെയ്ത് വീഡിയോസ് ഇടുക. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഏത് കണ്ടൻറ്റിലാണ് നിങ്ങൾക്ക് വീഡിയോസിന് വ്യൂസ് കൂടുന്നതെന്നോ സബ്സ്ക്രൈബേഴ്സ് കൂടുന്നതെന്നോ എല്ലാവർക്കും വ്യൂവേഴ്സും അതേപോലെ സബ്സ്ക്രൈബേഴ്സും എല്ലാം തന്നെ ഉറപ്പായിട്ടും കൂടും. ഞാൻ പറഞ്ഞ പോലെ നോക്കുക. അതായത് സബ്സ്ക്രൈബേഴ്സ് ഇതുവരെ കൂടിയിട്ടില്ല, കൂടാൻ ആഗ്രഹമുണ്ട്, മോണിറ്റൈസേഷൻ ആകാൻ ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ, ഞാനും മോണിറ്റൈസേഷൻ ആകാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചിരിക്കുന്ന ഒരാളാണ്. അതായത് എനിക്ക് മോണിറ്റൈസേഷൻ ആകണമെന്നും യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കാര്യമായിരുന്നു. അപ്പോൾ അത് തുടങ്ങണമെന്നൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ ഞാൻ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തുടങ്ങി. പക്ഷേ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഞാൻ വിചാരിച്ചു ഇപ്പോൾ എല്ലാ വീഡിയോസിനും നമുക്ക് നല്ല വ്യൂസ് കിട്ടും, സബ്സ്ക്രൈബേഴ്സ് ഒരു വീഡിയോ ഇടുമ്പോൾ തന്നെ കൂടുമെന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ അതൊന്നും അല്ല എന്ന് എനിക്ക് യൂട്യൂബ് ചാനൽ വീഡിയോസ് ഇട്ട് തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ എൻ്റെ ചാനൽ കാണുന്ന എല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എനിക്ക് മോണിറ്റൈസേഷൻ ആക്കണമെന്ന് താല്പര്യമുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഞാൻ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ഇടുന്നതായിരിക്കും. നിങ്ങൾ എന്ത് വീഡിയോസ് വേണമെന്ന് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാൻ ഞാൻ ഉറപ്പായിട്ടും അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് കറക്റ്റായിട്ട് തന്നെ ഇടുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഈ ഒരു പറഞ്ഞ രീതിയിൽ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇതുവരെ സബ്സ്ക്രൈബേഴ്സ് കൂടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പല കണ്ടൻറ്റ്സ് യൂസ് ചെയ്ത് വീഡിയോസ് ഇടുക. നിങ്ങൾക്ക് ചിലപ്പോൾ ഏതെങ്കിലും ഒരു വീഡിയോ ക്ലിക്ക് ആതിരിക്കത്തില്ല. അതേപോലെ തന്നെ റിയാക്ഷൻ വീഡിയോസ് ഇടുക. അതേപോലെ ഞാൻ പറഞ്ഞ പോലെ ബിഗ് ബോസിലൊക്കെ വീഡിയോ കട്ടിങ്സ് ഒക്കെ ഇട്ടിട്ട് എന്തെങ്കിലും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഇട്ടിട്ട് ഇടുക. അതിനൊക്കെ നല്ല വ്യൂസ് ലഭിക്കും. വ്യൂസ് ലഭിക്കുന്നതനുസരിച്ച് തന്നെ സബ്സ്ക്രൈബേഴ്സും കൂടും. ഓക്കെ, അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാ ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് ഷോർട്ട് വീഡിയോസ് ഇട്ടിട്ട് നല്ല രീതിയിൽ സബ്സ്ക്രൈബേഴ്സ് കൂടെ കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഷോർട്ട് വീഡിയോസ് ഇട്ടും നമുക്ക് വ്യൂസും സബ്സ്ക്രൈബേഴ്സും കൂട്ടാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞൊരു കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. അതായത് നിങ്ങൾക്ക് വാച്ച് അവറിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളെല്ലാവരും ആ വാച്ച് അവറിൻ്റെ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് 4,000 വാച്ച് അവർ അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു 365 ഡേയ്സിനുള്ളിൽ തന്നെ അച്ചീവ് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഒരു മാസം ഒരു വീഡിയോ ഇട്ടു, പിന്നെ അടുത്ത മാസം ഒരു 5-6 വീഡിയോ ഇട്ടു എന്നൊക്കെ പറഞ്ഞാലും പക്ഷേ നമുക്ക് ചിലപ്പോൾ വാച്ച് അവർ കൂടണമെന്നില്ല. വാച്ച് അവർ ഇപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയവർക്ക് അറിയാൻ പറ്റും, വാച്ച് അവർ വളരെ പതുക്കെയാണ് കൂടുന്നത്. എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ വാച്ച് അവർ വളരെ പതുക്കെയാണ് കൂടുന്നത്. പക്ഷേ നല്ല സബ്സ്ക്രൈബേഴ്സൊക്കെ ഉള്ള ആൾക്കാർ പറയുന്നത് കേൾക്കാം, അവരുടെ വാച്ച് അവേഴ്സൊക്കെ വളരെ സ്പീഡിലാണ് കൂടുന്നത്, വാച്ച് അവേഴ്സ് വളരെ സ്പീഡിൽ കൂടുക, അതൊക്കെ സിമ്പിളായിട്ട് കൂടുമെന്ന് പറയുന്നേക്കാം. അങ്ങനെ അവർ പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അവരുടെ ആ ഒരു വീഡിയോ അവർ എത്ര മിനിറ്റ് ഇടുന്നുണ്ടോ അത്രയും മിനിറ്റും ആൾക്കാർ കേട്ടിരിക്കുന്നുണ്ട്. അത് അവരുടെ ആ ഒരു കഴിവാണല്ലേ. അപ്പോൾ ആ ഒരു വീഡിയോ ഫുള്ളായിട്ടും ആൾക്കാർ കേട്ടിരിക്കുന്നത് കൊണ്ടാണ് അവർക്ക് ഓഡിയൻസ് എല്ലാവരും ആ വീഡിയോ അത്രയും നേരം കേട്ടിരിക്കുന്നതുകൊണ്ടാണ് അവർക്ക് വാച്ച് അവറും സബ്സ്ക്രൈബേഴ്സും കൂടാനായിട്ടുള്ള ഒരു റീസൺ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഞാനൊരു കാര്യം പറയാം, ലൈവ് സ്ട്രീമിലൂടെ നിങ്ങൾക്ക് വാച്ച് അവേഴ്സ് കൂട്ടാനായിട്ട് സാധിക്കും. ഞാൻ ഇതുവരെ ലൈവ് സ്ട്രീംസ് ഒന്നും തന്നെ ഇട്ടിട്ടില്ല, ഇടാൻ വലിയ പ്ലാൻ ഒന്നും ഇല്ല. കാരണം എനിക്ക് ലൈവ് സ്ട്രീമിലൂടെ വാച്ച് അവർ നേടാൻ പറ്റും എന്നാണ്. പക്ഷേ
എനിക്ക് ലൈവിൽ വന്നിട്ട് എന്ത് പറയണം അങ്ങനെയൊക്കെ അറിയില്ല. അതുകൊണ്ട് ഞാൻ ലൈവ് സ്ട്രീം ചെയ്യുമെന്ന് തോന്നുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ലൈവ് സ്ട്രീം ചെയ്യാവുന്നതാണ്. ലൈവ് സ്ട്രീം നിങ്ങൾ ചെയ്യുമ്പോൾ എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ നിങ്ങളുടെ ഫോൺ നേരെ തന്നെ പിടിച്ച് ലൈവ് സ്ട്രീം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് വെർട്ടിക്കലി തന്നെ നിങ്ങൾ ഫോൺ വെക്കാനായിട്ട്, ഇങ്ങനെ തന്നെ ഫോൺ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, നേരെ ഫോൺ വെക്കുക, എന്നിട്ട് നിങ്ങൾ ലൈവ് സ്ട്രീം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ പറയാനായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ലൈവ് സ്ട്രീം അപ്പോൾ ഷോർട്ട് വീഡിയോസ് കാണുന്ന ആൾക്കാരിലേക്കും എത്തുന്നതായിരിക്കും, യൂട്യൂബ് റെക്കമെൻഡേഷൻസ് വഴി എത്തുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എല്ലാവരും തന്നെ അങ്ങനെ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സബ്സ്ക്രൈബേഴ്സൊക്കെ കൂടും. ഞാൻ ഈ ഒരു പറഞ്ഞ കാര്യം നിങ്ങൾ ആലോചിച്ച് വെക്കുക. അതേപോലെ തന്നെ നിങ്ങൾ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ എന്ത് വീഡിയോസാണ് ഇടണം എന്ന് ഉള്ളതൊക്കെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അതേപോലെ തന്നെ ഇപ്പോൾ ചിലർ പറയും, അതായത് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്കാണ് ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇടാനുള്ള ഒരു ഇതെന്ന്. അങ്ങനെയല്ല, ഞാനിപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുമ്പോൾ ഞാനിപ്പോൾ പറയാം, എൻ്റെ വീഡിയോസിനും എൻ്റെ ലോങ് വീഡിയോയ്ക്ക് 4000+ വ്യൂസ് വന്നിട്ടുണ്ട്. പക്ഷേ വാച്ച് അവർ നോക്കുകയാണെങ്കിൽ വളരെയധികം കുറച്ച് വാച്ച് അവറൊക്കെ വന്നിട്ടുള്ളൂ. അപ്പോൾ അതിനെയൊക്കെ പറ്റിയിട്ട് അറിയാവുന്നതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യാനായിട്ടുള്ള കാരണം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും തന്നെ യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് ഏത് വീഡിയോസാണെന്ന് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ വീഡിയോസ് ഒക്കെ ഇടുന്നതായിരിക്കും. വീഡിയോ എല്ലാവരും തന്നെ കണ്ട് എല്ലാവരും തന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും, എനിക്ക് സബ്സ്ക്രൈബേഴ്സ് ഇത്രേ ഉള്ളൂ എന്ന് വിചാരിച്ച് എനിക്ക് ഓരോ കാര്യങ്ങളും ഞാൻ പറയുന്നത് കറക്റ്റായിരിക്കും. അത് നിങ്ങളെല്ലാവരും നിങ്ങളുടെ യൂട്യൂബ് ചാനലിലും അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും, ഇപ്പോൾ ബിഗ് ബോസിൻ്റെ ഒക്കെ കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും വ്യൂസ് കൂടും. ഓക്കെ, നമ്മളിപ്പോൾ ബിഗ് ബോസ് ഫാൻസ് കുറേ പേരുണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ഇതൊക്കെ കാണാനായിട്ട്. അതേപോലെ പ്രാങ്ക് വീഡിയോസൊക്കെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പ്രാങ്ക് വീഡിയോസൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് കണ്ടിരിക്കാൻ ആൾക്കാർക്കൊക്കെ വളരെയധികം ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനത്തെ വീഡിയോസൊക്കെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ നിങ്ങൾ ഷോർട്സിലാണ് നിങ്ങൾക്ക് ഇടാൻ താല്പര്യം, ഷോർട്സൊക്കെയാണ് കൂടുതൽ ഇടാൻ താല്പര്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾ 1-2 മിനിറ്റുള്ള ഷോർട്സ് ഇടാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ലോങ് വീഡിയോസ് നിങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും അല്ലെങ്കിൽ ആഴ്ചയിൽ 2 ദിവസമെങ്കിലും നിങ്ങൾ ഒരു ലോങ് വീഡിയോ വെച്ചിടുന്നത് നല്ലതായിരിക്കും. ലോങ് വീഡിയോ എന്ന് പറയുമ്പോൾ കുറേ വലുപ്പമൊന്നും വേണ്ട, ഏകദേശം ഒരു 4 to 5 minutes എങ്കിലും ഉള്ള ലോങ് വീഡിയോസൊക്കെ ഇടുന്നത് വളരെയധികം നല്ലതായിരിക്കും. അപ്പോൾ ഇനിയും ഞാൻ ഇങ്ങനത്തെ വീഡിയോസൊക്കെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോസ് ഫുള്ളായിട്ട് കാണുക. ഇത്രയും നേരവും ഞാൻ പറഞ്ഞത് നിങ്ങൾ ഫുള്ളായിട്ട് കേട്ടിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയും നേരം എൻ്റെ ഈ വീഡിയോ കേട്ടിരിക്കാൻ നിങ്ങൾക്ക് മനസ്സ് കാണിച്ചാൽ എല്ലാവർക്കും തന്നെ താങ്ക്സ്. അപ്പോൾ എല്ലാവരും തന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.